നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് ഡിസംബർ 3 അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്തിന്റെ സ്കൂൾ കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണ പരിപാടി പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചെസ് ഗ്രാം എന്ന മരോട്ടിച്ചാലിന്റെ കഥ പറയുന്ന സിനിമയുടെ പ്രദർശനവും അണിയറ പ്രവർത്തകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം ഉണർവ് 2024 എന്ന പേരിൽ ഡിസംബർ 3 വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. ഐക്യരാഷ്ട്ര സംഘടന മുന്നോട്ട് വെച്ച സമഗ്രവും സുസ്ഥിരവുമായ ഭാവിക്കായി ഭിന്നശേഷിയുള്ളവരുടെ നേതൃത്വം വർദ്ധിപ്പിക്കുക എന്ന പ്രമേയവുമായാണ് ഇക്കുറി അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം. സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരങ്ങളുടെ സമർപ്പണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളെ പഠനത്തിൽ സഹായിക്കുന്ന ഏറ്റവും മികച്ച NSS, NCC, SPC യൂണിറ്റുകൾക്കുള്ള സഹചാരി പുരസ്കാരം സമ്മാനിക്കൽ, ഭിന്നശേഷിക്കാർ നേതൃത്വം നൽകുന്ന വിവിധ കലാവതരണങ്ങൾ എന്നിവയോടെയാണ് ഉണർവ് 2004 കൊണ്ടാടുക. തൃശൂർ VKN ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉണർവ് 2024 ഉദ്ഘാടനവും പുരസ്കാരങ്ങളുടെ സമർപ്പണവും നിർവഹിക്കും. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി KR രാജൻ അധ്യക്ഷത വഹിക്കും. P ബാലചന്ദ്രൻ MLA മുഖ്യ അതിഥിയായിരിക്കും. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, ജില്ലയിലെ MLA മാരായ AC മൊയ്തീൻ, മുരളി പെരുന്തല്ലി, ET ടൈസൺ മാസ്റ്റർ, VR സുനിൽകുമാർ, KK രാമചന്ദ്രൻ, CVR ചിറ്റിലപ്പള്ളി, MK അക്ബർ, CC മുകുന്ദൻ, അനീഷ് കുമാർ ജോസഫ്, ചേലക്കരയുടെ നിയുക്ത MLA UR പ്രദീപ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. കലാപ്രതിഭയും ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവുമായ മുഹമ്മദ് യാസിനെ ചടങ്ങിൽ പ്രചോദനാത്മക പ്രഭാഷണം നിർവഹിക്കും. സെറിബ്രൽ പ്ലാസിയെ അതിജീവിച്ച് നവാഗത സംവിധായകനായി ഉയർന്ന രാകേഷ് കൃഷ്ണൻ കൂരമ്പാല അതിഥിയായെത്തും. മുഹമ്മദ് യാസീൻ കീബോർഡിലൊരുക്കുന്ന സംഗീത വിരുന്നും സംസ്ഥാനത്തെ ഭിന്നശേഷി കലാപ്രതിഭകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഉൾപ്പെടുത്തി രൂപം നൽകിയ റിതം ഓർക്കസ്ട്രയുടെ കലാവിരുന്നും ഭിന്നശേഷി ക്ഷേമ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ കലാവതരണവും ഉണർവ് 2024 മുഖ്യ ആകർഷണങ്ങളാകും. ജനപ്രതിനിധികളും സംസ്ഥാനത്തെ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളും വ്യക്തികളും ഭിന്നശേഷി ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനകളും ഉണർവിൽ ഭാഗഭാക്കാക്കും. തൃശൂർ ജില്ലയിൽ ബിരുദാനന്തര കോഴ്സുകളിൽ ഉന്നത ജയം നേടിയ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള വിജയാമൃത പുരസ്കാരങ്ങളും ചടങ്ങിൽ സമ്മാനിക്കും. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്, മികച്ച ജില്ലാ ഭരണകൂടമായി തിരഞ്ഞെടുക്കപ്പെട്ട കാസർഗോഡ് ജില്ലാ ഭരണകൂടം, മികച്ച നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം നഗരസഭ, മികച്ച മുനിസിപ്പാലിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ട നിലമ്പൂർ മുനിസിപ്പാലിറ്റി, മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകളായി തിരഞ്ഞെടുക്കപ്പെട്ട പെരുമ്പടവ് ബ്ലോക്ക് പഞ്ചായത്ത്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത്, മികച്ച ഗ്രാമപഞ്ചായത്തുകളായി തിരഞ്ഞെടുക്കപ്പെട്ട കതിരൂർ, കാമാക്ഷി ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയ്ക്കുള്ള പുരസ്കാര സമർപ്പണവും ചടങ്ങിൽ നൽകും. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പുനരധിവാസ കേന്ദ്രത്തിനുള്ള പുരസ്കാരത്തിന് അർഹമായ പ്രതീക്ഷ ഭവൻ കോഴിക്കോട്, സർക്കാർ മേഖലയിലെ മികച്ച ഭിന്നശേഷി സൗഹൃദ സ്ഥാപനമായ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് മാവേലിക്കര, സ്വകാര്യ മേഖലയിലെ മികച്ച ഭിന്നശേഷി സൗഹൃദ സ്ഥാപനമായി തിരഞ്ഞെടുക്കപ്പെട്ട സെന്റ് ജോസഫ് കോളേജ് ഇരിഞ്ഞാലക്കുട എന്നിവയ്ക്കും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുരസ്കാരങ്ങൾ സമ്മാനിക്കും. 2024 എന്ന പേരിൽ ഡിസംബർ 3 തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വച്ച് വിവിധ പരിപാടികളിലൂടെ ആഘോഷിക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടന മുന്നോട്ട് വച്ചിട്ടുള്ള സമഗ്രവും സുസ്ഥിരവുമായ ഭാവിക്കായി ഭിന്നശേഷി വ്യക്തികളുടെ നേതൃത്വം വർദ്ധിപ്പിക്കുക എന്ന പ്രമേയമാണ് ഇക്കുറി
അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ സന്ദേശമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. ഈ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരങ്ങളുടെ സമർപ്പണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളെ പഠനത്തിൽ സഹായിക്കുന്ന ഏറ്റവും മികച്ച NSS, NCC, SPC യൂണിറ്റുകൾക്കുള്ള സഹചാരി പുരസ്കാരം സമ്മാനിക്കൽ, ഭിന്നശേഷിക്കാർ നേതൃത്വം നൽകുന്ന വിവിധ കലാ അവതരണങ്ങൾ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. തൃശൂർ VK ഇൻഡോർ സ്റ്റേഡിയത്തിൽ കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡും മാടക്കത്ര ഗ്രാമപഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിച്ച കേരളോത്സവം 2024 സമാപിച്ചു. സമാപന സമ്മേളനവും സമ്മാനദാനവും മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ അധ്യക്ഷയായി. യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ശരത് പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുരേഷ് ബാബു, ബ്ലോക്ക് യൂത്ത് കോർഡിനേറ്റർ അജിഷ് തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് സണ്ണി ചിന്നിക്കര സ്വാഗതവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പ്രശാന്ത് നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത്, ബ്ലോക്ക് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നവംബർ 23 മുതൽ ഡിസംബർ 1 വരെ വിവിധ വേദികളിലായി നടന്ന കലാകായിക കാർഷിക മത്സരങ്ങളിൽ 15ഓളം ക്ലബ്ബുകൾക്ക് വേണ്ടി 500-ലധികം യുവതി യുവാക്കൾ പങ്കെടുത്തു. മത്സരങ്ങളിൽ കൂടുതൽ പോയിന്റ് ലഭിച്ച ക്ലബിനുള്ള ഓവറോൾ കിരീടം ബേസിക് മാടക്കത്ര നേടി. മനസ്സിലാക്കാൻ കഴിയും. ഓരോ വർഷം പിന്നിടുന്തോറും മത്സരാർത്ഥികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കഴിവുകൾ കൂടുതൽ ശോഭിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. തീർച്ചയായും അത് വലിയ ഒരു അവസരമാണ് സർക്കാർ മുൻകൈയെടുത്തുകൊണ്ട് ഇങ്ങനെ സംഘടിപ്പിക്കപ്പെട്ടു വരുന്നത്. ഇതിന്റെ എല്ലാ മേഖലകളിലും എവിടെയെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ശരി, എല്ലാ മേഖലകളിലും ആവശ്യമായ പ്രോത്സാഹനം കൊടുത്തുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. വയനാട്ടിലുണ്ടായ ദുരന്തത്തെ തുടർന്നുകൊണ്ട് ഈ വർഷം 2024 കേരളോത്സവം സംഘടിപ്പിക്കാൻ കഴിയില്ല എന്ന തോന്നലായിരുന്നു, എന്ന പ്രതീക്ഷയായിരുന്നു ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികാരികൾക്കും ഉണ്ടായിരുന്നത്. പുത്തൂർ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സ്കൂൾ കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണ പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജിത് PS അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസും നിർവഹണ ഉദ്യോഗസ്ഥയുമായ റിൻസി ജോസ്, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ്, സ്കൂൾ PTA പ്രസിഡന്റ് ചിന്തു ചന്ദ്രൻ, MPTA പ്രസിഡന്റ് മേഘ സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ PTA, SMC, MPTA കമ്മിറ്റി അംഗങ്ങൾ, അധ്യാപകർ, കുട്ടികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തിൽ ഫണ്ട് ഒരു നല്ലൊരു തുക തന്നെ, അതായത് 7.5 ലക്ഷം രൂപ നീക്കി വെച്ചുകൊണ്ടാണ് ഈ പ്രഭാത ഭക്ഷണം എന്നുള്ള ഇത് നമ്മൾ തുടർച്ചയായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 6 വർഷത്തോളമായി നമ്മുടെ ഈ പ്രഭാത ഭക്ഷണം 2019 തൊട്ട് പ്രഭാത ഭക്ഷണം കൊടുക്കണമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം പുത്തൂർ ഗ്രാമപഞ്ചായത്ത് യാതൊരു മുടക്കും കൂടാതെ, നമുക്ക് കോവിഡ് കാലത്ത് മാത്രമാണ് ഒരു മുടക്കം വന്നിട്ടുള്ളത്. അതിനുശേഷം തുടർച്ചയായിട്ട് ഈ ഭരണസമിതി വന്നതിന് ശേഷം തുടർച്ചയായി നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത് കൊടുക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. നമ്മുടെ വീട്ടിലെ മക്കൾ ഭക്ഷണം കഴിക്കാനായിട്ട് സമയമില്ല, അതുപോലെ തന്നെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ രാവിലത്തെ ഭക്ഷണമാണ് കുട്ടികളുടെ എനർജി വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും അത്യാവശ്യകത. അപ്പോൾ അത് രാവിലെ ഭക്ഷണം കഴിക്കാതെ ആയാൽ തന്നെ കുട്ടികൾക്ക് ഒരു ഉണർവുണ്ടാവില്ല. നേരെ മറിച്ച് ഉച്ചയിലത്തെ ഭക്ഷണം വേണ്ടാന്ന് വെച്ചാലും അതൊരു ശരീരത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമില്ല. പക്ഷെ രാവിലത്തെ ഭക്ഷണം അത് പ്രാധാന്യം അർഹിക്കുന്നതാണ്. അത് ആ ഒരു രീതിയിലുള്ള മുടക്കം വന്നിട്ട് നമ്മുടെ കുട്ടികൾ നമ്മുടെ എല്ലാ മേഖലയിലും പിന്നോട്ട് തള്ളപ്പെടുന്ന ഒരു അതിദരിദ്രരെ തുടച്ചു നീക്കുന്ന നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ കുട്ടികളുടെ ഭാവിയെയും കൂടി മുൻകരുതലെടുത്തുകൊണ്ടാണ് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇൻകാസ് OICC തൃശൂർ ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ UAEയുടെ 53ാമത് ദേശീയ ദിനം തൃശൂർ DCC ഓഫീസിൽ വെച്ച് ആഘോഷിച്ചു. കേരള നിയമസഭ മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തെരമ്പി രാമകൃഷ്ണൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി സമൂഹത്തിന്
UAE ഗവൺമെന്റ് നൽകുന്ന താങ്ങും സംരക്ഷണവും ഒരിക്കലും വിസ്മരിക്കുവാൻ കഴിയില്ല എന്നും അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവരുടെ ദേശീയ ദിനം ആഘോഷിക്കുന്ന തൃശൂർ ഇൻകാസ് പ്രവർത്തകരെ അദ്ദേഹം അഭിനന്ദിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ, ഉപനേതാവ് സുനിൽ രാജ്, ഉസ്മാൻ ഖാൻ, ജെയ്ജു സെബാസ്റ്റ്യൻ, റിൻസൺ വർഗീസ്, ജെയ്സൺ മാസ്റ്റർ, KP ജോസ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഇൻകാസ് OICC തൃശൂർ കോർഡിനേഷൻ ചെയർമാൻ NP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇൻകാസ് നേതാക്കളായ സുഭാഷ് ചന്ദ്രബോസ്, TA നാസർ, ഫൈസൽ തഹാനി, ഷാൻഡി തോമസ്, ഉമേഷ് വള്ളൂർ, സുനിൽ അരുവായ്, ടോജി ഡേവിസ്, ബെന്നി വാടാനപ്പിള്ളി, ഹംസ വടക്കേക്കാട്, PK ഉമ്മർ, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചർച്ച ചെയ്തു. മാറി മാറി വന്ന സർക്കാരുകളൊക്കെ തന്നെ അതിന്റെ വിവിധ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചെങ്കിലും ഇന്നും ഒരു തീരുമാനമായിട്ടില്ല സത്യം. പക്ഷേ ഈ സംഘടനയുടെ ബലമായ പ്രവർത്തനം കൊണ്ട് പ്രത്യേകിച്ച് ആ സന്ദർഭത്തിലൊക്കെ വളരെയധികം മൊബിലൈസ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോ ബോസാണെങ്കിലും രാമചന്ദ്രനാണെങ്കിലും ഇവിടെ വന്ന് വെറുതെ ഇരിക്കുകയല്ല, വളരെ കാര്യങ്ങൾ സംഘടിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഇദ്ദേഹം സ്ഥിരമായിട്ട് തന്നെ അങ്ങോട്ട് വിസിറ്റിംഗ് കുറച്ചാണ്. ഇദ്ദേഹം അവിടെ കൂടുതൽ ഇടപെടലൊക്കെ വരുന്നതാണ്. അങ്ങനെ ആ ബന്ധം പുറത്തായിട്ട് ഇവിടെ വന്നു. ഗൾഫ് രാജ്യങ്ങളിലെ ഗൾഫിൽ പോയി ജോലിയെടുത്ത ലക്ഷക്കണക്കിന് ആളുകളുടെ ആ സേവനം ഒന്നുകൊണ്ട് മാത്രം. ഒല്ലൂക്കര പ്രണവം നഗർ റെസിഡൻസ് അസോസിയേഷന്റെ 23ാമത് വാർഷികാഘോഷവും കുടുംബസംഗമവും തൃശൂർ ACP ശ്രീ സലീഷ് N ശങ്കരൻ അവറുകൾ നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ KL ജോസ് അവറുകളുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സെക്രട്ടറി P രാമചന്ദ്രൻ സ്വാഗതവും ട്രഷറർ അബ്ദുൾ ഖാദർ നന്ദിയും പറഞ്ഞു. പ്രണവം നഗറിന്റെ പുതിയ ഡയറക്ടറിയുടെ പ്രകാശനം ACP നിർവഹിച്ചു. കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ശ്യാമള മുരളീധരൻ അസോസിയേഷൻ പരിധിയിൽ 80 വയസ്സ് കഴിഞ്ഞവരെയും 10ാം ക്ലാസ് മുതൽ മുകളിലേക്ക് ജയിച്ചവരെയും ആദരിച്ചു. ശ്രീ ഗോപാലകൃഷ്ണൻ, കൃഷ്ണദാസ്, ഗംഗാധരൻ, ജയശങ്കർ, കൃഷ്ണകുമാർ തുടങ്ങിയവരും സംസാരിച്ചു. യോഗത്തിനു ശേഷം കലാപരിപാടികളും രാത്രി ഭക്ഷണവും ഉണ്ടായിരുന്നു. മാലിന്യമുക്തം നവകേരളം KSRTC ഡിപ്പോകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി.
മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ എല്ലാ KSRTC ഡിപ്പോകളും ഹരിത KSRTC ആക്കുന്നതിന്റെ ഭാഗമായുള്ള ഒന്നാംഘട്ട പ്രവർത്തനങ്ങൾ തുടങ്ങി. KSRTC ബസ്സുകളിലും ഡിപ്പോകളിലും ശുചിത്വം നിലനിർത്തുന്നതിനും സൗന്ദര്യവൽക്കരണം നടപ്പിലാക്കി യാത്രക്കാർക്ക് ആരോഗ്യകരമായ യാത്രാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നു. ഘട്ടം ഘട്ടമായി എല്ലാ KSRTC ഡിപ്പോകളും സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കിക്കൊണ്ട് ഹരിത KSRTC ഡിപ്പോകൾ ആക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും ഹരിത കേരള മിഷന്റെയും ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡ് ശുചീകരണത്തിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ നിർവഹിച്ചു. ബസ് സ്റ്റാൻഡും പരിസരവും കോർപ്പറേഷൻ തൊഴിലാളികളുടെയും KSRTC ജീവനക്കാരുടെയും സഹകരണത്തോടെ ശുചീകരിച്ചു. KSRTC ബസ് സ്റ്റാൻഡിൽ ടേക്ക് എ ബ്രേക്ക് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ കോർപ്പറേഷൻ സ്വീകരിച്ചുവരുന്നു. ജില്ലയിലെ 7 KSRTC ഡിപ്പോകളും ഹരിത ഡിപ്പോകൾ ആക്കുന്നതിനുള്ള വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ ഗുരുവായൂർ KSRTC ഡിപ്പോ സുസ്ഥിര ശുചിത്വ സമഗ്ര KSRTC ഡിപ്പോയായി ക്രമീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇതിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ കൃഷ്ണദാസ് നിർവഹിക്കുകയും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ബൈ ഇലക്ഷൻ നടക്കുന്നതിനാൽ KSRTC ഡിപ്പോ ശുചീകരണം ഡിസംബർ 10 ശേഷം നടത്തുവാൻ തീരുമാനിച്ചു. ചെസ് ഗ്രാം എന്നറിയപ്പെടുന്ന മരോട്ടിച്ചാലിന്റെ കഥ പറയുന്ന ഫീച്ചർ സിനിമയുടെ പ്രദർശനവും അണിയറ പ്രവർത്തകരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. മരോട്ടിച്ചാൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. മരോട്ടിച്ചാൽ ചെസ് അസോസിയേഷൻ പ്രസിഡന്റ് ബേബി ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിനിമാ സംവിധായകൻ കബീർ ഖുറാന, കാസ്റ്റിംഗ് ഡയറക്ടർ ജോമിത് ജോണി, നടന്മാരായ മാഹിർ മൊഹ്ദീൻ, TM റാഫിഖ്, വാർഡ് മെമ്പർ TA ആരോഷ്, ജിനോ TC തുടങ്ങിയവർ സംസാരിച്ചു. സിനിമാ നിർമ്മാതാവ് അഭിഷേക് ഗൗതം, C ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ഞങ്ങളുടെ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ഈ മരോട്ടിച്ചാലിൽ ഇന്ന് അതിർവരമ്പില്ലാത്ത ലോകത്തേക്ക്, പ്രശസ്തിയുടെ ലോകത്തേക്ക് ഈ ചിത്രത്തിലൂടെ കൂട്ടിക്കൊണ്ടുപോകും. ഇത് ഒരു ചെറിയ കാര്യമായി നമ്മൾ കണക്കാക്കുന്നു. സത്യത്തിൽ ഇത് വലിയൊരു ചടങ്ങായി സംഘടിപ്പിക്കേണ്ടതായിരുന്നു എന്ന് വ്യക്തിപരമായ ഒരു അഭിപ്രായക്കാരനാണ്. പക്ഷേ ഈ ചടങ്ങിലും ലാളിത്യം കണ്ടെത്തിയതാണ് ഈ നാടിൻ്റെ പവിത്രത എന്ന് പറയുന്നത്. ആഡംബരങ്ങളില്ലാത്തൊരു ലോകം മരോട്ടിച്ചാലിന്റെ പ്രശസ്തിയിലേക്ക് കൊണ്ടുപോകും. അതിൽ നിറഞ്ഞ സംതൃപ്തിയാണ്. അത് ഉണ്ണിമാമന്റെയും ബേബി ജോണിന്റെയും ഒക്കെ മുഖം നമുക്ക് കാണുമ്പോൾ അറിയാം. അവർ തുടങ്ങി വെച്ചൊരു സംരംഭം അത് വലിയ വിജയത്തിലേക്ക് എത്തിക്കുക. പിൻതലമുറക്കാരായി അരോഷും വിനേഷും സജിയും എല്ലാവരും പിന്നാലെ വരികയാണ്. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374.
സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ചെസ് ഗ്രാം എന്നറിയപ്പെടുന്ന മരോട്ടിച്ചാലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഹിന്ദി ചിത്രം പോൺ ഓഫ് മരോട്ടിച്ചാൽ 5 ഭാഷകളിലായി പ്രദർശനത്തിന് ഒരുങ്ങുന്നു. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഫീച്ചേഴ്സ് സിനിമ ഹിന്ദി ഉൾപ്പെടെ 5 ഭാഷകളിലാണ് ഒരുക്കിയിരിക്കുന്നത്. കബീർ ഖുറാനയാണ് സിനിമയുടെ സംവിധായകൻ. മരോട്ടിച്ചാൽ ഗ്രാമത്തിലെ 6 പേർ ചിത്രത്തിൽ അതിഥി വേഷത്തിലെത്തുന്നുണ്ട്. ഗ്രാമത്തിലെ മദ്യത്തിന് അടിമയായ ഗൃഹനാഥന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ഗ്രാമത്തിൽ നടന്ന ചെസ് ടൂർണമെന്റിൽ മകൾ 1ാം സ്ഥാനത്തെത്തുകയും കുടുംബം പ്രശസ്തിയിലേക്ക് ഉയരുകയും ചെയ്യുന്നതോടെ ഗൃഹനാഥൻ മദ്യപാനം ഉപേക്ഷിക്കുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം മരോട്ടിച്ചാൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഹാളിൽ നടത്തി. ദേശീയ രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ പ്രദർശനം നടത്തിയ ശേഷമാകും ചിത്രം തിയേറ്ററിൽ എത്തുക. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ ദേവാലയത്തിൽ 2024 ഡിസംബർ 1 ഞായറാഴ്ച ഫാമിലി ഇടവക സംഗമം ആഘോഷിച്ചു. രാവിലെ 9 മണിക്ക് തിരുഹൃദയ ലത്തീൻ പള്ളി വികാരി റവറൻ ഫാദർ ജോസഫ് ജോഷി മുട്ടിക്കൽ പതാക ഉയർത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. തൃശൂർ MLA P. ബാലചന്ദ്രൻ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ എറണാകുളം MP ശ്രീ ഹൈബി ഈഡൻ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചു. പ്രശസ്ത സിനിമ, ടെലിവിഷൻ മിമിക്രി താരം ശ്രീ സാജു കൊടിയൻ മുഖ്യാതിഥിയായിരുന്നു. സഹവികാരി റവറൻ ഫാദർ മിഥിൻ ടൈറ്റസ് പുളിക്കത്തറ, കുണ്ടുകാട് ധ്യാനകേന്ദ്രം ഡയറക്ടർ റവറൻ ഫാദർ ക്രിസ്റ്റി മരോതെത്ര, ഗുരുവായൂർ കൌൺസിലർ ശ്രീമതി മാഗി ആൽബർട്ട്, പള്ളിക്കുളം കൌൺസിലർ ശ്രീമതി സിന്ധു ചാക്കോള, സിസ്റ്റർ സ്മിത തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഇടവക സംഗമം ജനറൽ കൺവീനർ ബെന്നി ചക്കാലക്കൽ, കൈക്കാരന്മാരായ മൈക്കിൾ നൊറോണ, റോമി തോമസ്, ഡീന ജോൺസൺ, ഷെറിൻ സാജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് കലാമത്സരങ്ങളും പ്രതിഭകളെ ആദരിക്കലും സമ്മാന വിതരണവും നടന്നു. തൃശൂർ ജില്ലാ ശിശുക്ഷേമ സമിതി ക്ലിൻ സ്മാരക സംസ്ഥാന ബാലചിത്ര രചനാ മത്സരം ഡിസംബർ 7 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മണി മുതൽ 12 മണി വരെ തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലാണ് മത്സരങ്ങൾ നടക്കുക. വിവിധ ഗ്രൂപ്പുകളായി മത്സരങ്ങൾ നടത്തും. ആദ്യ 3 സ്ഥാനക്കാർക്ക് സമ്മാനങ്ങൾ നൽകും. മത്സരിക്കുന്നവർ ഡിസംബർ 6 6 മണിക്ക് മുൻപായി വാട്സാപ്പിൽ അറിയിക്കണം. വാർത്താസമ്മേളനത്തിൽ MK പശുപതി, ഡോക്ടർ P. ഭാനുമതി, PK വിജയൻ, VK ഉണ്ണികൃഷ്ണൻ, സാജൻ ഇഗ്നേഷ്യസ് തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളാനിക്കര ടെൻസ് നഗർ അയ്യപ്പ സേവാ സമിതിയുടെ ദേശവിളക്ക് ആചാരാനുഷ്ഠാനങ്ങളോടെ നടന്നു. ദീപാരാധനയ്ക്ക് ശേഷം പുറപ്പാട് എഴുന്നള്ളിപ്പ് കിഴക്കേ വെള്ളാനിക്കര കോട്ടേപ്പാടം ശ്രീ എരിഞ്ഞിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും. തത്തുമസി പെരിങ്ങണ്ടൂർ സംഘം അവതരിപ്പിക്കുന്ന ശാസ്താംപാട്ടുണ്ടായി. പ്രസിഡന്റ് ഷാജി രായിരത്ത്, സെക്രട്ടറി ഗിരീഷ് കളരിക്കൽ, ഗജാഞ്ചി രമേശ് വാര്യർ, വൈസ് പ്രസിഡന്റ് ഷിജു വടക്കൂട്ട്, ജോയിന്റ് സെക്രട്ടറി ഗോപൻ തെക്കൂട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആഗതമാകുന്ന ക്രിസ്തുമസിന്റെ ഒരുക്കവുമായി കരുവന്നൂർ സെന്റ് മേരീസ് പള്ളിയങ്കണത്തിൽ സ്ഥാപിച്ച 75 അടി ഉയരമുള്ള അത്ഭുത നക്ഷത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഡിസംബർ 1
ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഇരിഞ്ഞാലക്കുട രൂപത വികാരി ജനറൽ മോൺ ജോസ് മാളിയേക്കൽ നിർവഹിച്ചു. ഇടവകയിലെ കത്തോലിക്ക കോൺഗ്രസ് സംഘടനാ പ്രവർത്തകരാണ് ഈ മെഗാ സ്റ്റാർ ഒരുക്കിയത്. 25 ദിവസമെടുത്താണ് ഇതിന്റെ പണികൾ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത്. ഡയറക്ടർ ഫാദർ ഡേവിസ് കല്ലിങ്കൽ, പ്രസിഡന്റ് ജോസഫ് തെക്കൂടൻ, സെക്രട്ടറി റാഫേൽ പെരുമ്പിള്ളി, ട്രഷറർ സോബി പാറേമൽ, കൺവീനർ പോളി കാഞ്ഞിരക്കാടൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പണികൾ പൂർത്തീകരിച്ചത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര വാർഷിക സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. തിരഞ്ഞെടുത്ത പ്രത്യേക ഡിസ്കൗണ്ട് ഐറ്റംസ്: ലേഡീസ് കുർത്തികൾ, ജെൻസ് ഷർട്ടുകൾ, കിഡ്സ് വെയർ, സാരികൾ, ടീനേജ് ടോപ്പുകൾ എന്നിവയുടെ മികച്ച സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. യഥാർത്ഥ ലാഭം നേരിട്ടറിയാൻ ഉടൻ സന്ദർശിക്കൂ സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. ഫോൺ 7306743585. ഈ ഓഫർ ഡിസംബർ 25 വരെ മാത്രം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വീണ്ടും വാർത്തയിലേക്ക്. മാടക്കത്ര പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതി പ്രകാരം വയോജനങ്ങൾക്ക് സഹായ ഉപകരണ വിതരണവും മെഡിക്കൽ ക്യാമ്പും പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. താണിക്കുടം സ്കൂളിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. MSME ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ തൃശൂർ ഓഫീസിൽ 2 ദിവസം വെൻഡർ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഡിസംബർ 4-5 തീയതികളിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ നിന്ന് 400 MSMEകളും 30 പൊതുമേഖലാ സ്ഥാപനങ്ങളും സർക്കാർ വകുപ്പുകളും പങ്കെടുക്കും. എക്സിക്യൂട്ടീവ് ചെയർമാൻ കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്യും. സുബാ റാവു, ഫിലിപ്പ്, VA വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. അഖില കേരള എഴുത്തച്ഛൻ സമാജം പെരുമ്പള്ളിശ്ശേരി ശാഖ വാർഷിക സമ്മേളനം നടന്നു. ചേർപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VS സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് CG കുമാരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡുകൾ എഴുത്തച്ഛൻ എഡ്യൂക്കേഷൻ മാനേജിംഗ് ട്രസ്റ്റി AA കുമാരൻ വിതരണം ചെയ്തു. ഡോക്ടർ VV ഉണ്ണികൃഷ്ണൻ കുടുംബസഹായ നിധി വിതരണം ചെയ്തു. യുവ സംരംഭകൻ ബിജു രാമൻ മുഖ്യാതിഥിയായിരുന്നു. ഉന്നത വിജയികൾക്കുള്ള ആദരം റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് CK ശങ്കരനാരായണൻ സമ്മാനിച്ചു. VA ഹരിദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TN ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ EV ഉണ്ണികൃഷ്ണൻ, സിനി പ്രദീപ്, ശ്രുതി വിജിൽ, ചേർപ്പ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CA ഗോവിന്ദൻകുട്ടി, KK ശങ്കരൻ, എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് സെക്രട്ടറി PR ബാബു, ട്രസ്റ്റ് അംഗങ്ങളായ AK ഉണ്ണികൃഷ്ണൻ, PN രാമൻകുട്ടി, TR ജയചന്ദ്രൻ, ശാഖാ സെക്രട്ടറി MK ബാബു, ട്രഷറർ NS ഹരിദാസൻ, ജോയിന്റ് സെക്രട്ടറി PB ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ 2 പേരെ കാപ്പ നിയമപ്രകാരം ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നടത്തറ മൈനർ റോഡ് സ്വദേശി കുരിശുപറമ്പിൽ വീട്ടിൽ 35 വയസ്സുള്ള സാംസൺ, പുത്തൂർ എളംതുരുത്തി സ്വദേശി മാടശ്ശേരി വീട്ടിൽ 35 വയസ്സുള്ള മൊബിഷ് എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ ജില്ലാ മജിസ്ട്രേറ്റിന്റെ കരുതൽ തടങ്കൽ ഉത്തരവ് പ്രകാരമാണ് ഇരുവരെയും ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുവരുടെയും പേരിൽ വധശ്രമം, പിടിച്ചുപറി, മാരക ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന തുടങ്ങി വിവിധ കേസുകൾ നിലവിലുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് ഡിസംബർ 3 അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്തിന്റെ സ്കൂൾ കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണ പരിപാടി പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചെസ് ഗ്രാം എന്ന മരോട്ടിച്ചാലിന്റെ കഥ പറയുന്ന സിനിമയുടെ പ്രദർശനവും അണിയറ പ്രവർത്തകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.